നോക്കൂ മുസ്ലിമീങ്ങൾ, മുസ്ലിം സഹോദരന്മാർ എത്ര വലിയ സാഹോദര്യ ബന്ധത്തിൽ ജീവിച്ച ആളുമാറായിട്ടിന്നാർ, എത്ര വലിയ സാഹോദര്യ ബന്ധം. പക്ഷേ ഇണ്ട് മുസ്ലിമീങ്ങള് പരസ്പര പക. ഔണ്ട് നോക്കിയെങ്കിൽ ഓണുകാവില്ല, ഓണ്ട് കണ്ടെങ്കിൽ ഔണുകാവില്ല, ഔണ്ട ഉത്തങ്ങനെ കണ്ടെങ്കിൽ ഓണ്ട ഉത്തുകാവില്ല, ഓണ്ട ഉത്തങ്ങനെ കണ്ടെങ്കിൽ ഔണ്ട ഉത്തുകാവില്ല, മച്ചുഞ്ചിരെ കണ്ടെങ്കിൽ ഇപ്പുറത്ത് ഓളുകാവില്ല, ഓല കണ്ടെങ്കിൽ ആ മച്ചുഞ്ചികാവില്ല, വലിയ മച്ചുഞ്ചിരെ കണ്ടെങ്കിൽ ചെറിയ മച്ചുഞ്ചികാവില്ല, മാമിരെ കണ്ടെങ്കിൽ മറമോളുകാവില്ല. എന്തുകൊണ്ട് ഈ നിലക്കുള്ള ഒരു അവസ്ഥക്ക് എത്തിപ്പോയേ? എന്തുകൊണ്ട് ഈ നിലക്കുള്ള ഒരു അവസ്ഥക്ക് എത്തിപ്പോയേ? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അല്ലാഹുൽ തഖ്വ ചെയ്ത് ജീവിക്കരകനത്തെ ആളുമാറ് ഏത് വിഷയം വന്നെങ്കിലും എങ്ങനത്തെ സന്ദർഭം വന്നെങ്കിലും അങ്ങ് അല്ലാഹുടെ പേടിച്ചിട്ട് അല്ലാഹുടെ ഓർത്തിട്ടു അല്ലാഹുക്ക് വേണ്ടിയിട്ട് സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കൊണ്ടിന്ത് സ്വഹാബത്ത് ಅದಕ್ಕೆ മാതൃക കാട്ടി തന്നത്. സ്വഹാബത്ത് അതിനെ മാതൃക കാട്ടി തന്നത്. അങ്ങനെ മനസ്സിൽ നഞ്ചി ചൊല്ലതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ അസൂയ ചൊല്ലതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ കിബുറു ചൊല്ലതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ പക ചൊല്ലതില്ലേ ഇല്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം നിറഞ്ഞിട്ട് മാലിന്യമായി പോയിട്ട് എത്ര തോരം അസൂയ ചൊന്നെങ്കിൽ പണ്ട് ഒരു ഉമ്മക്ക് മോണ് സൗദിരെ ഫോണാക്കിട്ടാകുമ്പത്തുകൂ മോൺ ഉമ്മരൊട്ടിക്ക് കേൾക്കടവുള്ള എന്തുമ്മ റാഹത്തുള്ള ഉമ്മ ഭാര്യ ബേജാറില്ല ഉല്ല മോൻ ഔട്ട് എവിടെ കേട്ടു എന്റെ ഉമ്മ അങ്ങനെ ചൊല്ലി. നാൻ നിങ്ങൾ കളിക്കാത്തെടുക്കോ പൈസ കിടത്തിരല്ലേ ഉമ്മ ഉമ്മകത്തിൽ കൊസിയാവട്ടുണ്ട് പാവ മോണ് ചൊന്നി അവനോടെ ബയറും ബായി കെട്ടിട്ട് അവനുള്ള ജാഗ്രതയാക്കി പൈസ വെച്ചോല്ലേ. അലിക്കാത്തെടുക്കണോ പൈസ കടത്തിലേ ചൊല്ലുമ്പത്തുകൂ ഈ ഉമ്മ ചൊല്ലിന്റെ പോലെ ഇല്ല മോൻ അത് നിന്റെ മൂത്തവണോ എന്തിനും അവർ ഒഴിവാട്ടാക്കിയിട്ട് ആ പൈസ തീർത്തില്ല അലിക്കാത്തെടുത്തിട്ടില്ല. ആ സാറല്ലേ ഉമ്മ നീ ബേജാറാക്കണ്ട, ഇൻഷാല്ല നാ ബദലേ പൈസ ആക്കിയിട്ട് അലിക്കാത്ത് കടത്തുക ചൊല്ലും ഉമ്മ ചൊല്ലി. അതല്ല മോനെ നാ കലിക്കാത്ത് വന്നില്ലെങ്കിലാവും ആ നേരുടെ സാറമ്മയുടെ കാതിൽ അലിക്കാത്ത് കാണാൻ ഒത്തുകൊണ്ടല്ല ആദായം കുറുക്ക പറഞ്ഞു പോയെങ്കിൽ ഉണ്ടായോണ്ടുണ്ട് മനസ്സിലുണ്ട്. ഈമ കലിക്കാത്ത് കിട്ടാത്ത ബേജാറല്ല, നേരുടെ സാറമ്മയുടെ അലിക്കാത്ത് കാണുമ്പോ സദിക്കില്ലേ. നേരുടെ ഒരാളെ പെണ്ണിടെ കാതിൽ അലിക്കാത്ത് കാണുമ്പോ തടയില്ല. ആ നിലക്കുള്ള ഒരു അവസ്ഥ മനസ്സ് മലിന്യമായി പോയിട്ട് അസൂയ വന്നു കൂടി പോയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ, ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ എല്ലാ നാളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണുമ്പോഴത്തേക്കും ഓടി പോയിട്ട് അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ സലാമത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ ചൊന്ന് സലാമു ചൊല്ലൂ. എല്ലാ നാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണുമ്പോഴത്തേക്കും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ സലാമു ചൊല്ലൂ. ഒരു നാല് അലിയാർ തങ്ങളെ കാണുമ്പോഴത്തേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ടത് കാണുമ്പോഴത്തേക്കും അലിയാർ തങ്ങൾ സലാമു ചൊല്ലില്ല. ഇന്നലെ വരേക്കും സിദ്ദീഖുൽ അക്ബർ കാണുമ്പോഴത്തേക്കോ ഓടിപ്പോയി സലാമു ചൊല്ലി അലിയാർ തങ്ങളുണ്ടല്ലേ, എന്റെ അബൂബക്കറെ കണ്ടിട്ടും കാണാത്തതുപോലെ ആക്കിയോണ്ടുണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വല്ലാണ്ട് ബേജാറായി പോയിട്ട് പടച്ചോനെ നബി തങ്ങളെ മറമോണുകോ നണ്ടിട്ട് എന്തെങ്കിലും ബേജാറായത് കൊണ്ടാ, അലിയാർ തങ്ങൾക്ക് നണ്ടിട്ട് എന്തെങ്കിലും ബേജാറായത് കൊണ്ടാ, അലിയാർ തങ്ങളുടെ മനസ്സിക്ക് ബേജാറാവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നന്റെ ഭാഗത്തിൽ വന്നിട്ട് ഇത് പോയിട്ടാ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം അലിയാർ തങ്ങളെ മുട്ട പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു, അലിയേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമത്തും അല്ലാഹുവിന്റെ റഹ്മത്തും ഇക്കട്ടെ അലിയേ. ഈ സലാം അലിയാർ തങ്ങൾക്ക് ചൊല്ലുമ്പോഴത്തേക്കോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സലാം മടക്കിടേ. അബൂബക്കറിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറാണ്. ഇന്നലെ വരേക്കും നന്റെ കാണുമ്പോ സലാമു ചൊല്ലി അലിയെ എന്റെ നന്റെ കാണുമ്പോ എന്റെ സലാമു ചൊന്നില്ല. നേരെ അല്ലാഹുവിന്റെ റസൂലിനെ മുട്ട പോയിട്ട് ചൊല്ലൂടൂ, യാ റസൂലല്ലാഹ് നബിയേ അലിയാർ നന്റെ കണ്ടിട്ടും നക്ക് സലാമു ചൊന്നില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് കേക്കിട്, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, അലിയേ എന്റെ നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടിട്ടും സലാമു ചൊല്ലാത്തേ. ഇന്നലെ വരേക്കും സിദ്ദീഖുൽ അക്ബറിനെ കാണുമ്പോ സലാമു ചൊന്നിനിങ്ങ, എന്റെ നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണുമ്പോ സലാമു ചൊല്ലാത്തേ കേൾക്കുമ്പോ ഹബീബായ തങ്ങളെ മൊറമോണു അലിയാർ തങ്ങൾ ചൊല്ലൂടു, ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിര കണ്ടിട്ട് ചോദ്യം ചെയ്തിതാർക്കതിനുത്തര, ആദ്യം സലാം പറയുന്നവർക്കാനെന്ന
അതുകൊണ്ട് സിദ്ദീഖിനൊടിഞ്ഞത് തന്ന അല്ലാഹുവിന്റെ റസൂല മർമോണ് നബി തങ്ങളുടെ ചൊല്ലോടു നബിയേ നാണെന്റെ സലാം ചൊല്ലാതെ കൊണ്ടുണ്ട നാണെന്റെ അബൂബക്കർക്ക് സലാം ചൊല്ലാതെ കൊണ്ടുണ്ട ഇന്നലെ ജാബുകളാണ് നന്റെ കിനാവിലൊരു സ്വർഗം കണ്ട നബിയേ നിന്റെ ഉറക്കില് നാണൊരു കിനാവ് കണ്ട നബിയേ ആ കിനാവില് നാണ് കണ്ടത് അല്ലാഹുടെ സ്വർഗമാണ് ആ കിനാവില് നാണ് കണ്ടത് അല്ലാഹുടെ സ്വർഗമാണ് നബിയേ ആ സ്വർഗത്തിൽ വല്ലാത്ത ഒരു വിശിഷ്ടമായ മനോഹരമായ കൊട്ടാരത്തെ കണ്ട നബിയേ എന്നിട്ടത് ഈ കൊട്ടാരം ആറുകൊള്ളതേണ്ടതാണ് കേൾക്കുമ്പോത്തുകോ അല്ലാഹുടെ മലക്കുകൾ നണ്ടിട്ട് ചൊല്ലൂടെ അലിയേ ഒരു മുസ്ലിം പിന്നൊരു മുസ്ലിമിനെ കാണുമ്പോത്തുകോ ഒരു മുഅ്മിന് പിന്നൊരു മുഅ്മിന്റെ കാണുമ്പോത്തുകോ ഒന്നാമതാരാണോ അസ്സലാമു അലൈക്കും ചൊല്ലൂടെ അവനു അല്ലാഹുടെ സ്വർഗത്തിലുള്ള ഭവനമാണ് ആദ്യം സലാം ചൊന്നവനു അല്ലാഹുടെ സ്വർഗത്തിലുള്ള ഭവനമാണ് അതുകൊണ്ട് നബിയേ എല്ലാ നാളും നാണല്ല നബിയെ സലാം ചൊല്ലുടേ എല്ലാ നാളും നാണല്ല നബിയെ സലാം ചൊല്ലുടേ അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹുടെ സ്വർഗ്ഗത്തിലുള്ള കൊട്ടാരമുണ്ടല്ലേ നബിയേ അബൂബക്കർക്കും ആ കൊട്ടാരം കിട്ടണോ ചൊന്നിട്ടു ഒന്നാമത് സലാം ചൊല്ലണകുള്ള അവകാശമുണ്ടല്ലേ നാണേ സലാം ചൊന്നെങ്കിൽ നക്ക് മാത്രമല്ലേ നബിയെ കിട്ടരേ അതുകൊണ്ട് അബൂബക്കർ സലാം ചൊല്ലണക്ക് വേണ്ടിട്ട് പേനൂട്ട് കരുതി കൂട്ടിയിടുന്നാണ് സലാം ചൊല്ലാത്ത നബിയേ എന്തൊരു സഹോദരിയ ബന്ധ നക്ക് കിട്ടി നിഅമത്ത് നിന്റെ സഹോദരനുക്കും കിട്ടണോ നക്ക് കിട്ടി അല്ലാഹുടെ സ്വർഗ്ഗം നിന്റെ സഹോദരനുക്കും കിട്ടണോ എവിടെ ഗവൈത മുസ്ലിം ബാലക്കാരാ നിസ്സാരമായ രാജകീയത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് നിസ്സാരമായ നശിച്ചു പോണ്ട ദുനിയാവിടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും പിണങ്ങി നിൽക്കുന്ന ഒരു ചുറ്റുപാടുകൾ നാണും നിങ്ങൾ എത്തില്ലേ അല്ലാഹുടെ സ്വർഗ്ഗത്തിലുള്ള കൊട്ടാരം കിട്ടുമ്പോ